ഇനിയിപ്പോൾ ഇത് നേരത്തെ തന്നെ ഒപ്പിടാനുള്ള ഒരു തീരുമാനവുമായി 2024 അണ്ടർടേക്കിംഗ് നൽകിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിൽ പോയി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുക കൊടുത്തിട്ടില്ല. അപ്പോൾ അതായത് ഒപ്പിട്ട ഉടനെ തുക കിട്ടാനും പോകുന്നില്ല. എന്ന് പറയുമ്പോൾ 165 കോടി, ഈ വർഷത്തെ 165 കോടി ഇതാ ഒപ്പിടുന്നു, അടുത്ത ദിവസം കിട്ടുക എന്ന രൂപത്തിലില്ല. ഇനി 6 മാസമുള്ള സർക്കാർ എന്തിനാണ് ഇത്രയും കാലം പറഞ്ഞു വെച്ച കാര്യത്തിൽ നിന്നും പിന്നാക്കം പോകുന്നത്? പല കാര്യങ്ങളിലായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒത്തുതീർപ്പുകളുണ്ടോ? നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള സംശയം പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്, ഈ പറയുന്ന നയം മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, പണം വാങ്ങുന്നതിൽ തെറ്റില്ല, പണത്തിന് അർഹതയുണ്ടല്ലോ എന്ന് പറയുന്നത്. പക്ഷേ കെ സി വേണുഗോപാൽ അതല്ല പറയുന്നത്. ഇനിയിപ്പോൾ ഈ തരത്തിൽ ഈ ഒരു കൺകറന്റ് ലിസ്റ്റിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുവന്നത് തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഏത് സമയത്താണ്? എമർജൻസിയുടെ സമയത്താണ്. അപ്പോൾ അതായത് ആ തരത്തിൽ വിദ്യാഭ്യാസത്തിൽ കടന്നുകൂടേണ്ടതുണ്ട്. അതായത് നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് നിലപാടെടുക്കുന്ന ആ സന്ദർഭം നോക്കൂ. അതേ രൂപത്തിലല്ലേ ഇപ്പോൾ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനോടൊന്നും നിശബ്ദമായി നിൽക്കുന്ന ഒരു രീതിയായിരുന്നില്ല ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. ഇടതുപക്ഷം ആകെ എന്ന് പറഞ്ഞുകൂടാ, CP എപ്പോഴും ആ നിലപാട് ഉറച്ചു നിൽക്കുന്നു. പതിവ് വിട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും ഒന്ന് മയമായി പറഞ്ഞ് മാറി നിൽക്കുന്ന രീതിയിൽ നിന്ന് മാറി ബിനോയ് വിശ്വം അതിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല നമ്മുടെ മന്ത്രിമാരോട് ആ നിലപാടിൽ മന്ത്രിസഭാ യോഗത്തിൽ പറയണമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നതിൽ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ആശങ്ക അറിയിക്കുന്നു എന്ന രൂപയിൽ CPM മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നു. ഇത് ഒപ്പിടാൻ തീരുമാനിക്കുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും മന്ത്രി ശിവൻകുട്ടിയുടെ തീരുമാനം മാത്രമായിട്ട് ഞാൻ കരുതുന്നില്ല. മാറിയ CPMന്റെ നയമാണ്. അതിൽ കാവ്യ വിരോധം പതുക്കെ മാറുകയാണ്.